ഈഴവന്റെ ശക്തി രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കും. മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടി വരയ്ക്കുന്ന ലക്ഷ്മണ രേഖ മറികടക്കുവാൻ ഇന്ന് കോൺഗ്രസ് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവമായ ശ്രീനാരായണ ഗുരുദേവൻ ജന്മവും കർമ്മവും കൊണ്ട് ധന്യമായൊക്കെ ആടാണ്. രണ്ടെണ്ണം നടന്നു. ഗുരുവിന്റെ ജന്മവും സമാധിയും നടന്നതാണ് തിരുവനന്തപുരം ജില്ലയാണ്. അതുപോലെ തന്നെ ഗുരുദേവൻ അരിപ്പുറം, മണ്ണന്തല, കോലത്തുകര പ്രതിഷ്ഠകളും ഈ നാട്ടിലാണ്. ഗുരു മഹാസമാധിയും ശിവഗിരി ഇവിടെയാണ്. അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ കങ്കണ്ട ദൈവം, നമ്മളെല്ലാം നേരാമ്പഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പോൾ ഞാനെന്നറിഞ്ഞുകൊണ്ട് ആടുപാമ്പ് എന്ന് പറഞ്ഞ ഗുരുവൻ ഓം ആരാണ്? ബ്രഹ്മാവിഷ്ണു മഹേഷ് ഇതൊന്നു ചേർന്നതാണ് ഓം. ആ ഓം എന്ന് പറയുന്നത് ഒത്തു ചേർന്നതാണ് ഞാൻ. അതായത് ഗുരു എന്ന് പറയുന്നത് ഞാൻ ആരാണ്? അപ്പൊ ഗുരു തന്നെ പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് ഗുരു തന്നെ പറയുമ്പോൾ പിന്നെ നമ്മൾ ആ ഗുരുവിനെ എന്തിന് സംശയിക്കണം? പലരും വിപ്ലവകാരികളാണ്, സാമൂഹ്യത്താണ്, അങ്ങനെ പലതും പറയാനുണ്ട്. പറഞ്ഞോട്ടെ, ഓരോരുത്തരും വിശ്വാസം അനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം നേരാൻ വേണ്ടി ആ ഗുരു ഇല്ലായിരുന്നുവെങ്കിൽ ഈ സമുദായത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഗുരുവിന്റെ മഹാഗുരുവിന്റെ പടക്കലുണ്ടാക്കപ്പെട്ടു. യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി മഹാകുമാരനാശാൻ ജന്മം കൊടുത്തത് ഇതാണ്. അപ്പൊ തിരുവനന്തപുരത്തിലേക്ക് സംഘടനാപരമായി ഡോക്ടർ പൽപ്പുവിന്റെ വികാരമാണ് SNDP യോഗം സ്ഥാപിക്കാൻ കാരണം ഒരു യൂണിവേഴ്സിറ്റി വികാരം കണ്ടുപിടിച്ചപ്പോൾ ജാതി പറഞ്ഞ് ആട്ടോടിച്ചു. ആ ജാതി വികാരം ആണ് SNDP യോഗം സ്ഥാപിക്കാൻ പ്രേരക ശക്തിയായത്. അതായത് എന്നും ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജാതി വിവേചനമില്ലാതെ തുല്യനീതി എല്ലാവരും കൊടുക്കണം. ആ തുല്യനീതി ലഭിക്കാതെ ഡോക്ടറെ ജാതി പറഞ്ഞുകൊണ്ട് ചെത്താൻ ചാട്ടീകരിക്കപ്പെട്ട ആ ദുഃഖം ഈവന്റെ ദുഃഖമായി കണ്ടുകൊണ്ട് സാക്ഷാത് ഗുരുദേവൻ നൽകിയ ആശീർവാദത്തോടുകൂടി സ്ഥാപിച്ച SNDP യോഗത്തിന്റെ ആദ്യം സൃഷ്ടിച്ച ആ ഡോക്ടറെ പറ്റി. അതുപോലെ പ്രഥമ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ SNDP യോഗത്തെ ദീർഘകാല ജനറൽ സെക്രട്ടറിയായി ഭരിച്ച കുമാരനാശാന്റെ നാടും തിരുവനന്തപുരമാണ്. 1903 SNDP നമ്മുടെ ദൈവം ശ്രീനാരായണ ഗുരുദേവൻ രൂപീകരിച്ച ഈ മണ്ണിലാണ് 122 വർഷത്തെ പ്രവർത്തനം പാരമ്പര്യം മുന്നേറ്റം ഈ യോഗത്തിനുണ്ടായി എങ്കിൽ 122 കൊല്ലമായി SNDP യോഗം സ്ഥാപിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് പോയി. ഗുരുദേവനില്ലാത്ത ഒരു കേരളം, അല്ലെങ്കിൽ ഗുരുദേവൻ ഉഴുതു മറിച്ച ഈ സന്ദർഭവും, അല്ലെങ്കിൽ ഗുരുദേവൻ നമുക്ക് നൽകിയ ഈ ദർശനവും സന്ദേശവും ചിന്തകളും ഇല്ലാതിരുന്നുവെങ്കിൽ ഈ ഒരു സമുദായം എവിടെ ഉണ്ടാകുമായിരുന്നു? നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? ഈ തോളിൽ ഷാളിട്ടിരിക്കുമ്പോൾ ആ ഷാളിന്റെ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഓരോന്നും നോക്കുമ്പോൾ ഇതിനെല്ലാം കാരണഭൂതനായത് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിണിയായ ഗുരുദേവൻ നമുക്ക് നൽകിയ ഉപദേശങ്ങളും സന്ദേശങ്ങളും ആണ്. ഗുരുദേവനെ സംഘടിച്ച് ശക്തരാകുക എന്ന സന്ദേശം വർത്തമാനകാലത്ത് വളരെ പ്രസക്തമായിരിക്കുന്നു. ഈ ദർശനം ഉൾക്കൊണ്ടാണ് നേതൃസംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത് കൂട്ടായ്മയും ഐക്യവും വർദ്ധിപ്പിക്കാനും അതുവഴി കേരള രാഷ്ട്രീയത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് ഈഴവ സമുദായമെന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാരെയും സമുദായക്കാരെയും ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ഒരു ആൾക്കൂട്ടമായി ഇത് മാറാനല്ല. ഈഴവന്റെ ശക്തി രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം. ഈ രാഷ്ട്രീയ നേതൃത്വം ഇന്നും നമ്മുടെ ശക്തിയെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും അവഗണിക്കപ്പെടുന്ന സമുദായമായി ഈഴവൻ മാറുന്നുവെങ്കിൽ ഈഴവന്റെ മഹാശക്തി എല്ലാ രാഷ്ട്രീയക്കാരെയും
ബോധ്യപ്പെടുത്താനും അറിയാനും അറിയിക്കുവാനും തക്കുന്ന രീതിയിൽ നമ്മളെല്ലാം ഒരു രാഷ്ട്രീയ ശക്തിയായി വീഴാനും വളരാനും വർത്തമാനകാലത്ത് ജനാധിപത്യ വോട്ടിൽ അനിവാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എന്ത് പറ്റി? കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്രസക്തമായി. ഏറ്റവും നല്ലൊരു പാർട്ടിയും ഒരു കാലത്ത് ജനങ്ങളെ വളർത്താനും ഉയർത്താനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനും ആർ ശങ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാർ നയിച്ചുകൊണ്ടിരുന്ന ആ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടി വരയ്ക്കുന്ന ലക്ഷ്മണരേഖ മറികടക്കുവാൻ ഇന്ന് കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു. കോൺഗ്രസ് എത്രയോ മഹത്തായ പാർട്ടി. ആ മഹത്വങ്ങളെല്ലാം കളഞ്ഞൊഴിച്ച് കോൺഗ്രസിനകത്ത് തന്നെ ഒരാളെ ചേർക്കണമെങ്കിൽ പോലും മലപ്പുറത്ത് നിന്ന് യോജിച്ചേ സാധിക്കൂ എന്നുള്ള ദുരവസ്ഥയിലേക്ക് എത്തിയില്ല. കോൺഗ്രസിന് എത്ര വർഷമായി? കേരള കോൺഗ്രസായി. അതുപോലെ തന്നെ കോൺഗ്രസിലുള്ള നല്ലൊരു ഭാഗം BJP ആയി. അങ്ങനെ എന്തുകൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശോഷിച്ച ഒരു പാർട്ടിയായി കോൺഗ്രസ് അറിയപ്പെടും. എല്ലാത്തിനും നയിക്കുന്ന ഉർജിതാമന്യന്മാരായി ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായി മുസ്ലിം സംഘടന. അവരെ പറ്റി ആര് ചോദ്യം ചെയ്യുന്നവരെ അടുത്ത സെക്കൻഡിൽ 100,000 മറ്റു ചോദ്യം ചോദിച്ചുകൊണ്ട് അവരെ അടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ ഇരുത്തിക്കുന്ന, അവർക്ക് മസിൽ പവറുണ്ട്, മണി പവറുണ്ട്, മാൻ പവറുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു.